ഒരു കാര്യം അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇത് നിങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലൊരു കാര്യം വന്നു, നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഫെയിലായി, ഇൻ്റർവ്യൂവിൽ ഫെയിലായോ, ഡ്രൈവിംഗ് ടെസ്റ്റിന് ഫെയിലായോ, ജോലി ഫെയിലായോ, എന്തെങ്കിലും കാര്യത്തിൽ ഫെയിലായി, നിങ്ങളത് വല്ലാതെ അങ്ങ് ബുദ്ധിമുട്ടിക്കും. നിങ്ങളിതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെ നിൽക്കട്ടെ. നമുക്കൊരു 10, 20, 30, 40 വർഷം പുറകിലോട്ട് പോകാം. അവിടെ നിങ്ങൾ കുഞ്ഞായിരുന്നു. ഓക്കെ, നിങ്ങൾ കുഞ്ഞായിരുന്ന സമയത്ത് നിങ്ങളുടെ പെൻസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പെൻസിലായിരുന്നു. ഈ പെൻസിൽ, നടരാജൻ്റെ പെൻസിൽ കളഞ്ഞുപോയി. ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഈ പെൻസിലിൻ്റെ അല്ല, ഞാൻ ഒരു എക്സാമ്പിൾ പറയുവാണ്. പെൻസിലോ പൈസ ഇപ്പം 2 രൂപ കളഞ്ഞു പോയി, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളില്ലേ ജീവിതത്തിൽ, കുട്ടിക്കാലത്തുള്ള പ്രശ്നങ്ങൾ. അന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ആ പ്രശ്നങ്ങളെ ഓർത്ത് സ്ട്രെസ് ചെയ്യുമായിരുന്നു, അതിനെക്കുറിച്ച് കരയുമായിരുന്നു. ഇങ്ങനെയുള്ള ആ ഒരു കാലത്തുള്ള പ്രശ്നങ്ങൾ, പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതിൻ്റെ പ്രശ്നങ്ങൾ. ഇപ്പോൾ നിങ്ങൾ ആ പ്രശ്നങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും സ്ട്രെസ്സ് വരുന്നുണ്ടോ അതോ ചിരി വരുന്നുണ്ടോ? ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ആ പ്രശ്നം, ഇന്ന് ആ കുട്ടിക്കാലത്ത്, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു 7 വയസ്സിൽ ഈ ഒരു കാര്യം, ഈ പ്രോബ്ലമാണ്, ഈ റൗണ്ടിലടിക്കുന്ന പ്രോബ്ലം നിങ്ങളെ സംബന്ധിച്ചോളം വളരെ ചെറിയൊരു പ്രോബ്ലമാണ്. ശരിയല്ലേ? മാനസികമായിട്ട് നമ്മൾ അതിലേക്ക് അപ്ഗ്രേഡ് ആയിട്ടില്ല എന്ന് പറഞ്ഞു. കറക്റ്റാണ്. നമ്മളെ സംബന്ധിച്ചോളം ആ പ്രോബ്ലം എന്താണ്? വളരെ ചെറുതാണ്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ പ്രോബ്ലം ചെറുതായതാണോ നിങ്ങൾ വലുതായതാണോ? ആ പ്രോബ്ലം നിങ്ങളുടെ പെൻസിൽ കാണാതെ പോയി എന്നുള്ള പ്രോബ്ലം തന്നെ അല്ലേ? ഇപ്പോഴത്തെ കുട്ടികൾക്കും അത് പ്രോബ്ലം അല്ലേ? നമ്മൾ വലുതായി. നമ്മളെങ്ങനെ വലുതായി? ഈ പ്രശ്നത്തെക്കാളും നമ്മൾ മാനസികമായിട്ട് വലുതായി, മൈൻഡ് വലുതായി, വി ബിക്കെയിം വൈഡർ. നമ്മൾ മാറി, അപ്ഡേറ്റായി, അപ്ഗ്രേഡായി, ബുള്ളറ്റ് പ്രൂഫായി. അങ്ങനെ പെൻസിലിനൊന്നും എന്നെ അങ്ങനെ തളർത്താൻ പറ്റൂല എന്നൊരു ലെവലോട്ടായി. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഈ പറയുന്ന ഫെയില്, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ, മരണം, വേർപാട് പ്രശ്നങ്ങൾ തന്നെയാണ്, എനിക്കറിയാം, പ്രശ്നങ്ങളല്ല എന്നല്ല പറയുന്നത്. എങ്കിലും നിങ്ങൾ ഈ പ്രശ്നങ്ങളെക്കാളും ഒന്ന് വളർന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് നിസ്സാരമായിട്ട് തോന്നത്തില്ലേ? നിങ്ങൾ ഈ പ്രശ്നങ്ങളെക്കാളും ഒന്ന് വളർന്നാലും നിങ്ങൾക്ക് ചെറിയതായിട്ട് തോന്നും. അങ്ങനെ ചെയ്യുന്ന നിരവധി പേര് നമ്മുടെ ചുറ്റുമുണ്ട്.